Hello friends, welcome back. അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് നല്ല റിച്ച് ആൻഡ് ക്രീമി ആയിട്ടുള്ള ഗ്രേവി ഒക്കെ ആയിട്ടുള്ള ഒരു പൊട്ടറ്റോ കറിയുടെ റെസിപ്പി ആയിട്ടാണ് കേട്ടോ. അപ്പോൾ അതിനായിട്ട് നമുക്കൊരു പാൻ അടുപ്പത്തേക്ക് വയ്ക്കാം. അതിലേക്ക് നമുക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണ ചൂടായി വരുമ്പോൾ 1/2 ടേബിൾ സ്പൂൺ നല്ല നീളത്തിലരിഞ്ഞ ഇഞ്ചി ഇട്ട് കൊടുക്കാം. 1/2 ടേബിൾ സ്പൂൺ വെളുത്തുള്ളി അരിഞ്ഞതും കൂടി ചേർത്തിട്ട് നന്നായിട്ടൊരു ഗോൾഡൻ ഷെയ്ഡ് ആവുന്ന വരെ നമുക്കൊന്ന് വഴറ്റിയെടുക്കണം. ഇതിലേക്ക് ഇനി 2 ചെറിയ സവാള അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം. അപ്പോൾ സവാളയൊക്കെ പെട്ടെന്ന് വഴറ്റിയിട്ടാനായിട്ട് ഞാനിപ്പോൾ 1/2 ടീസ്പൂൺ ഉപ്പും കൂടി ചേർക്കുന്നുണ്ട്. നല്ല പോലെ ഇതൊന്ന് നമുക്ക് വഴറ്റിയെടുക്കണം. ഇപ്പോൾ ഈ സവാളയൊക്കെ നന്നായിട്ട് വഴണ്ടി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിനകത്തേക്ക് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. 1 ടീസ്പൂൺ മുളക് പൊടി, 3 ടീസ്പൂൺ മല്ലിപ്പൊടി. വീഡിയോസൊക്കെ ഇഷ്ടമാണെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ. 1/2 ടീസ്പൂൺ പെരിഞ്ജീരകം പൊടിച്ചത്, 1/2 ടീസ്പൂൺ ഗരം മസാല. ഇതെല്ലാം ചേർത്തിട്ട് നമുക്ക് നല്ല ലോ ഫ്ലെയിമിലാക്കിയിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. പൊടികളൊന്നും കരിയാൻ പാടില്ല കേട്ടോ. പ്രത്യേകിച്ച് ഈ മല്ലിപ്പൊടിയൊക്കെ കരിഞ്ഞിട്ടുണ്ടെങ്കിൽ കറിക്ക് പിന്നെ ഭയങ്കര ഒരു കനപ്പ് രസമായിരിക്കും. അപ്പോൾ ഈ മസാലകളൊന്നും കരിയാണ്ടിരിക്കാനായിട്ട് ഞാനിപ്പോൾ 1/4 കപ്പ് വെള്ളം ചേർത്ത് കൊടുക്കുകയാണ്. നന്നായിട്ടൊന്ന് നമുക്ക് മിക്സ് ചെയ്തെടുക്കാം. ഇനി ഇപ്പോൾ നമ്മുടെ മസാലയൊക്കെ നല്ല പോലെ കുക്കായി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിനകത്തേക്ക് 2 മീഡിയം സൈസ് പൊട്ടറ്റോ, 3 പച്ചമുളക്, കുറച്ച് കറിവേപ്പില ഇതൊക്കെ ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് 1 കപ്പ് നല്ല ചൂട് വെള്ളം കൂടി ചേർത്ത് കൊടുക്കുകയാണ്. പൊട്ടറ്റോ ഒക്കെ ഞാൻ നല്ല വലിയ പീസായിട്ടാണ് കേട്ടോ അരിഞ്ഞിരിക്കുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ നല്ല ചെറിയ പീസായിട്ടും ചേർക്കാം. ഇതൊക്കെ നിങ്ങളുടെ ഇഷ്ടമാണ്. എനിക്ക് കുറച്ച് വെള്ളം കുറവാണെന്ന് തോന്നി, അതുകൊണ്ട് ഞാനിപ്പോൾ 1/2 കപ്പ് വെള്ളം കൂടി ചേർത്ത് കൊടുക്കുകയാണ്. മൊത്തത്തിൽ നമ്മൾ 1.5 കപ്പ് വെള്ളമാണ് യൂസ് ചെയ്തിരിക്കുന്നത്. ഇതിലേക്ക് ഇനി 1 ടീസ്പൂൺ ഉപ്പ് ചേർത്ത് കൊടുക്കുകയാണ്. ഇനി നമുക്കിത് മൂടി വെച്ചിട്ട് ഒരു 8 മിനിറ്റ് വേവിക്കാം. അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് മൂടി തുറന്നൊന്ന് ഇളക്കി കൊടുക്കണം കേട്ടോ. അപ്പോൾ ഈ കറി നിങ്ങൾക്ക് വേണമെങ്കിൽ പ്രഷർ കുക്കറിലും ചെയ്യാം കേട്ടോ. പക്ഷേ എനിക്ക് എപ്പോഴും പൊട്ടറ്റോ കുക്ക് ചെയ്യുമ്പോൾ ഇതേപോലെ കുക്ക് ചെയ്യാനാണ് ഇഷ്ടം. അപ്പോൾ ഗ്യാസ് ട്രബിളോ അങ്ങനെ ഒന്നും ഉണ്ടാവില്ല നമുക്ക്. ഇപ്പോൾ ഈ നമ്മുടെ പൊട്ടറ്റോ ഒക്കെ നന്നായിട്ട് കുക്കായി വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് തുറന്ന് വെച്ചിട്ട് നന്നായിട്ട് ഇതിലെ വെള്ളമൊക്കെ വറ്റിച്ചെടുക്കണം. ഇപ്പോൾ കറിയിലെ വെള്ളമൊക്കെ വറ്റി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിനകത്തേക്ക് നല്ല കട്ടിയുള്ള തേങ്ങാപ്പാൽ ഒരു 3/4 കപ്പ് ചേർത്ത് കൊടുക്കാം. നിങ്ങൾക്ക് ഫ്രഷ് ആയിട്ടും തേങ്ങാപ്പാൽ പിഴിഞ്ഞെടുക്കാം, അല്ലെങ്കിൽ തേങ്ങാപ്പാൽപ്പൊടി വെച്ചിട്ട് തേങ്ങാപ്പാൽ ഉണ്ടാക്കിയിട്ട് ഒഴിക്കാം കേട്ടോ. ഞാനിപ്പോൾ തേങ്ങാപ്പാൽപ്പൊടിയാണ് കേട്ടോ യൂസ് ചെയ്തിരുന്നത്. അപ്പോൾ കുറച്ചും കൂടി നല്ല ക്രീമി ആയിട്ട് കിട്ടും. ഇതിലേക്ക് ഇനി ഒരു 1/4 ടീസ്പൂൺ കുരുമുളക് പൊടിയും കുറച്ച് ഇഞ്ചി അരിഞ്ഞതും കൂടി ചേർത്ത് കൊടുക്കാം. ഇപ്പോൾ തന്നെ നല്ലൊരു മണമൊക്കെ വരുന്നുണ്ട് നമ്മുടെ പൊട്ടറ്റോ കറിയിൽ നിന്ന്. ഇതിൻ്റെ ടേസ്റ്റ് ഞാൻ പറഞ്ഞാൽ മനസ്സിലാവില്ല, നിങ്ങൾ ഉണ്ടാക്കി നോക്കിയാൽ തന്നെ അറിയുള്ളൂ. അപ്പോൾ എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമുക്കിതിനകത്തേക്ക് താളിച്ചൊഴിക്കാം. താളിച്ചൊഴിക്കാനായിട്ടൊരു പാൻ അടുപ്പത്തേക്ക് വെച്ചിട്ട് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. ഇതിലേക്ക് ഇനി ഒരു 4 ചെറിയ ഉള്ളി അരിഞ്ഞ് ചേർത്ത് കൊടുക്കാം. ഉള്ളിയൊക്കെ നന്നായിട്ടൊന്ന് ഗോൾഡൻ ഷെയ്ഡ് ആവുന്ന വരെ നമുക്കൊന്ന് വഴറ്റിയെടുക്കണം. ഇനി ഇതിലേക്ക് നമുക്ക് ഒരു 1/4 ടീസ്പൂൺ പെരിഞ്ജീരകം പൊടിച്ചത്, 1/4 ടീസ്പൂൺ ഗരം മസാല, 1/4 ടീസ്പൂൺ തന്നെ കുരുമുളകും കൂടി ചേർത്ത് കൊടുക്കാം. കുറച്ച് കറിവേപ്പിലയും കൂടി ചേർക്കുന്നുണ്ട്. പിന്നെ 2 വറ്റൽമുളകും. ഇതെല്ലാം ചേർത്തിട്ട് ഒന്ന് മിക്സ് ചെയ്യാം നമുക്ക്. ഇനി നമുക്കിത് നമ്മുടെ കറിയിലേക്ക് ചേർത്ത് കൊടുക്കാം. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. അപ്പം നമ്മുടെ സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ള പൊട്ടറ്റോ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇത് അപ്പം, നൂലപ്പം, ചപ്പാത്തി, പത്തിരി, പൊറോട്ട, ഗീ റൈസ്, ബ്രെഡ് അങ്ങനെ എല്ലാത്തിൻ്റെയും കൂടി കഴിക്കാൻ പറ്റിയ ഒരു അടിപൊളി കറിയാണ് കേട്ടോ. അപ്പോൾ ഉണ്ടാക്കി നോക്കിയിട്ട് നിങ്ങൾക്ക് ഇഷ്ടമാവുകയാണെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ. താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ ബൈ.